നമസ്കാരം. റിപ്പോർട്ടർ ചാനൽ മുതലാളിമാർ ഈ നാടിന് ചെയ്തുകൊണ്ടിരിക്കുന്ന ദ്രോഹത്തെക്കുറിച്ച് നിരവധി വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ അരുൺകുമാറിനെയും റിപ്പോർട്ടർ മുതലാളിമാരെയും ട്രോളാൻ മാത്രമേ ഇവിടെയുള്ളവർക്ക് സമയമുള്ളൂ. അത്രയും വലിയ അബദ്ധങ്ങളും തട്ടിപ്പുകളുമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിരപരാധികളെ മനുഷ്യരെക്കുറിച്ച് വ്യാജ വാർത്തകൾ എഴുതുക എന്നതും CPIM എന്ന നാട് തിരസ്കരിച്ച രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി കൊട്ടേഷൻ എടുത്ത് എന്ന് സംശയിക്കുന്ന തരത്തിൽ നാടിൻ്റെ നന്മയെ തല്ലിക്കെടുത്തുക എന്നതുമാണ് ഇവരുടെ മാധ്യമ പ്രവർത്തനം. അതിനവരെ കുറ്റം പറയാൻ നമുക്ക് കഴിയില്ല. അനേകം തട്ടിപ്പ് കേസുകളിൽ പ്രതികളായ ചിലരുടെ സംരംഭമായി റിപ്പോർട്ടർ ചാനൽ മാറിക്കഴിയുമ്പോൾ പിന്നെ അവർക്കിതല്ലാതെ എങ്ങനെ പ്രവർത്തിക്കാൻ പറ്റും? റിപ്പോർട്ടർ ചാനലിൻ്റെ ഇരകളാവാത്ത മനുഷ്യരാരുമില്ല. സാധാരണക്കാരും മാധ്യമ പ്രവർത്തകരും പോലീസ് ഓഫീസർമാരും കോടതിയും രാഷ്ട്രീയ പ്രമുഖരുമൊക്കെ റിപ്പോർട്ടർ ചാനലിൻ്റെ ഇരകളാണ്. കേരളത്തിലൊരു മജിസ്ട്രേറ്റ് മരമുറി ചാനൽ തൻ്റെ ജീവിതം തല്ലിക്കെടുത്താൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ് പരസ്യമായി പോസ്റ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് റിപ്പോർട്ടർ ചാനലിനെ കുറിച്ച് മാത്രമാണ്. വ്യാജ ബലാത്സംഗ കേസുണ്ടാക്കി വാർത്ത കൊടുക്കുന്നു എന്ന് പറഞ്ഞ് കോടതിയെ സമീപിച്ചത് IPS ഉൾപ്പെടെയുള്ള പോലീസുകാരാണ്. മര്യാദയ്ക്ക് ഡ്യൂട്ടി ചെയ്ത് ഖജനാവിലെ പണം സംരക്ഷിക്കാൻ ശ്രമിച്ച ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർക്കെതിരെ കള്ളവാർത്തകൾ കൊടുത്ത് സസ്പെൻഷൻ വാങ്ങിക്കാൻ ശ്രമിച്ചത് റിപ്പോർട്ടർ ചാനലാണ്. സകല നന്മകളെയും തല്ലിക്കെടുത്തുന്ന ഒരു സാമൂഹ്യ വിപത്തായി തെന്മയായി റിപ്പോർട്ടർ ചാനൽ അഴിഞ്ഞാടുന്നു. BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ റിപ്പോർട്ടർ ചാനലിനെതിരെ 100 കോടിയുടെ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് മാനനഷ്ട കേസ് കൊടുത്തിരിക്കുന്നു. വ്യവസായിയായ കിറ്റക് സാബുവും റിപ്പോർട്ടർ ചാനലിലെ വ്യാജ വാർത്തയ്ക്കെതിരെ 100 കോടി ആവശ്യപ്പെട്ട് കോടതിയിൽ പോയിട്ടുണ്ട്. UDF കൺവീനറായ അടൂർ പ്രകാശ് തെരഞ്ഞെടുപ്പ് സമയത്ത് പറഞ്ഞത് ഞങ്ങൾ അധികാരത്തിലെത്തിയാൽ റിപ്പോർട്ടറിന് പണി കൊടുക്കുമെന്നാണ്. പക്ഷെ ഒന്നും സംഭവിക്കുന്നില്ല. റിപ്പോർട്ടർ അവരുടെ വ്യാജ വാർത്തകളുമായി വിളയാടി മുന്നേറുന്നു. നിരപരാധികളെ മനുഷ്യർക്കെതിരെ കള്ളവാർത്തകൾ കൊടുക്കുകയും പൊതുപ്രവർത്തകരെ പോലും അപമാനിക്കുകയും റിപ്പോർട്ടർമാരെ വിട്ട് ഗുണ്ടകളെ പോലെ പെരുമാറുകയും ചെയ്യുന്നു. 400 കോടിയുടെ ഇടപാട് നടത്തുന്ന ഒരു മലയാളി സംരംഭത്തെ കാപ്പിക്കട എന്ന് വിളിച്ച് മുഖ്യമന്ത്രി അധിക്ഷേപിക്കാനുള്ള ഉപാധിയാക്കി മാറ്റുന്നു. പക്ഷെ എന്നിട്ടും എന്തുകൊണ്ടാണ് മാധ്യമ സ്ഥാപനം എന്ന ലേബലിൽ ഇവർ ഗുണ്ടാപ്പണി ചെയ്യുമ്പോൾ, നാട് കുട്ടിച്ചോറാക്കുമ്പോൾ ഇവരൊക്കെ നിശബ്ദത പാലിക്കുന്നത് എന്ന് മാത്രം പിടികിട്ടുന്നില്ല. എന്നാൽ ഏറ്റവും ഒടുവിൽ സന്തോഷത്തോടു കൂടി ഒരു വാർത്ത പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത്, ആദ്യമായി റിപ്പോർട്ടറിന് പണി കിട്ടുന്ന ലക്ഷണം കണ്ടു തുടങ്ങിയെന്നാണ്. അതും സാക്ഷാൽ മെസ്സിയുടെ പേരിൽ. 126 കോടി രൂപയാണ് മെസ്സിയെ കൊണ്ടുവരുന്നു എന്ന കള്ളവാർത്ത പ്രചരിപ്പിച്ചുകൊണ്ട് റിപ്പോർട്ടർ ചാനൽ വിദേശത്തേക്ക് കൊണ്ടുപോയത്. അമേരിക്കയിലുള്ള ഒരു സ്വകാര്യ കമ്പനിയിലേക്കാണ് ഈ 126 കോടി രൂപ റിപ്പോർട്ടർ ചാനൽ മാറ്റിയത്. എന്നാൽ മെസ്സി ഇവിടെ എത്തിയില്ല. എന്നാൽ റിപ്പോർട്ടർ ചാനൽ കൈമാറിയ 126 കോടി രൂപ തിരിച്ച് അവരുടെ അക്കൗണ്ടിൽ എത്തിയിട്ടില്ല. എന്ന് മാത്രമല്ല, 126 കോടി രൂപ വേണമെന്നാവശ്യപ്പെട്ട് റിപ്പോർട്ടർ ചാനൽ എന്തെങ്കിലും അപേക്ഷ കൊടുക്കുകയോ എന്തെങ്കിലും കേസ് കൊടുക്കുകയോ ചെയ്തതിനും തെളിവുകളില്ല. അതിൽ നിന്ന് തന്നെ മെസ്സിയുടെ പേര് പറഞ്ഞുകൊണ്ട് 126 കോടി രൂപ വിദേശത്തേക്ക് നിയമവിരുദ്ധമായി കൈമാറിയിരിക്കുന്നു എന്ന നിഗമനത്തിൽ എത്തേണ്ട സാഹചര്യമുണ്ട്. ഇത് ഗൗരവമായി എടുക്കേണ്ടതും അന്വേഷിക്കേണ്ടതും കേസെടുക്കേണ്ടതും ED ആണ്. ഇത് ഫെമ നിയമ ലംഘനമാണ്. ED അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് വ്യക്തമല്ല. എന്നാൽ റിപ്പോർട്ടർ ചാനൽ കൈമാറിയ ഈ 126 കോടി രൂപയ്ക്ക് 12 കോടി രൂപ അവർ GST അടയ്ക്കണമായിരുന്നു. ഈ 12 കോടി രൂപ അവർ GST അടച്ചിട്ടില്ല. ഇതേ തുടർന്ന് സ്റ്റേറ്റ് GSTയുടെ കാഞ്ഞങ്ങാട് ഇന്റലിജൻസ് വിങ് ഇവർക്ക് നോട്ടീസ് അയക്കുന്നു. ആദ്യം നോട്ടീസ് അയക്കുന്നു, സഹകരിക്കുന്നില്ല. പിന്നീട് സമൻസ് അയക്കുന്നു. മറ്റാരെങ്കിലും ആണെങ്കിൽ പണ്ടേ റിപ്പോർട്ടർ ചാനലിൻ്റെ ഓഫീസിൽ കയറി റെയ്ഡ് നടത്തേണ്ടതാണ്. ധനകാര്യ വകുപ്പിനാണ് ഇതിന് ചുമതല. ഇടത് സർക്കാർ ഭരിച്ചിരുന്നത് കൊണ്ട് ഈ GST വാങ്ങാൻ അവർ ശ്രമിച്ചേയില്ല. നോട്ടീസ് അയച്ച ഉദ്യോഗസ്ഥനെ അവർ സ്ഥലം മാറ്റി പണി കൊടുത്തു. എന്നാൽ സർക്കാർ മാറി, UDF അധികാരത്തിൽ വന്നു. ധനകാര്യമന്ത്രിയുടെ ചുമതല കൂടി മുഖ്യമന്ത്രി VD സതീശനാണ്. VD സതീശൻ ഗൗരവത്തോടെ ഈ വിഷയമെടുക്കുകയും നിയമപരമായി ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യാൻ വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം കൊടുക്കുകയും ചെയ്തു. തുടർന്ന് കാഞ്ഞങ്ങാട് GST ഇന്റലിജൻസ് റിപ്പോർട്ടർ ചാനലിന് വീണ്ടും നോട്ടീസ് അയച്ചു. ഭരണം മാറിയതുകൊണ്ട് പണി കിട്ടുമെന്ന് ഉറപ്പായതോടെ ഈ 3-ാം തീയതി റിപ്പോർട്ടർ ചാനലിന്റെ ഉടമ എന്ന് അവകാശപ്പെടുന്ന ആൻഡോ അഗസ്റ്റിൻ കാഞ്ഞങ്ങാട് GST ഓഫീസിലെത്തി. നിയമപരമായി ആൻഡോ അല്ല ഉടമ. നിയമപരമായി മെൽവിൻ ജോസ് എന്ന് പറയുന്ന ആളാണ് ഉത്തരവാദിത്തം പറയേണ്ടത്. പക്ഷേ മെൽവിന് വേണ്ടി താനാണ് ഉത്തരവാദിത്തപ്പെട്ട ആളെന്ന നിലയിൽ ഓതറൈസേഷൻ ലെറ്ററോടുകൂടി ആൻഡോ എത്തുകയാണ്. നിങ്ങൾ എന്തിനാണ് ഇതിൻ്റെ പറയാൻ പോകുന്നത്? സതീശനോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്, സതീശൻ എല്ലാം ശരിയാക്കി തരാം, ഇപ്പോൾ വിളിക്കണോ എന്ന സ്റ്റൈലിലായിരുന്നു കാഞ്ഞങ്ങാട് GST ഓഫീസിലെത്തിയ ആൻഡോ അഗസ്റ്റിന്റെ പെരുമാറ്റം. പണം കൊടുത്തെങ്കിലും സേവനം കൈപ്പറ്റിയിട്ടില്ല എന്ന് വെച്ചാൽ മെസ്സി എത്തിയിട്ടില്ല.
അതുകൊണ്ട് GST അടയ്ക്കേണ്ട കാര്യമില്ല എന്ന ഒരു വാദവും, ഞങ്ങൾ വെറും സ്പോൺസർമാർ മാത്രമാണ്, സംസ്ഥാന സർക്കാരാണ് ഇതൊക്കെ ചെയ്തത് എന്ന മറ്റൊരു വാദവും ആൻഡ്രൂ അഗസ്റ്റിൻ ഉയർത്തി. സംസ്ഥാന സർക്കാരാണ് ചെയ്തതെങ്കിൽ അതിൻ്റെ കടലാസ് ചോദിക്കുമ്പോൾ ഒരു കടലാസുമില്ല. അന്നത്തെ ചീഫ് സെക്രട്ടറി ജയതിലകനും സ്പോർട്സ് മന്ത്രി അബ്ദുൾ റഹ്മാനും ഒക്കെ ഇതിൽ പങ്കുണ്ടെങ്കിലും കാര്യമായ രേഖകളൊന്നും ലഭ്യമല്ല. ലഭ്യമായിരിക്കുന്ന രേഖകൾ അനുസരിച്ച് പണം കൈമാറിയിരിക്കുന്നത് റിപ്പോർട്ടർ ചാനലിൻ്റെ അക്കൗണ്ടിലും തന്നെയാണ്. അതുകൊണ്ട് തന്നെ റിപ്പോർട്ടറിന് നേരിട്ടാണ് ഉത്തരവാദിത്തം. ആ പണത്തിന് GST അവർ അടച്ചിട്ടുമില്ല. ഈ 12 കോടി രൂപ GST അടച്ചില്ലെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യാനും ഇത് ഈടാക്കാനുമുള്ള അവകാശം GSTക്കുണ്ട്. സംസ്ഥാന സർക്കാർ അതീവ ഗൗരവത്തോടെ വിഷയത്തിൽ ഇടപെടുന്നു. ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി KR ജ്യോതിലാൽ ഇത് സംബന്ധിച്ച ഫയല് വേഗം തീർപ്പാക്കാൻ GST ഡിപ്പാർട്ട്മെന്റിന് ഉത്തരവ് കൊടുത്തിട്ടുണ്ട്. രാഷ്ട്രീയ സമ്മർദ്ദം ചെലുത്തി തലയൂരാൻ വേണ്ടി റിപ്പോർട്ടർ ചാനൽ ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് നടക്കുന്ന ലക്ഷണമില്ല. നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്ന നിലപാടിലാണ് മുഖ്യമന്ത്രി VD സതീശൻ. റിപ്പോർട്ടർ ചാനലിനെ 12 കോടി ബാധ്യതയിൽ നിന്ന് രക്ഷിക്കാൻ കിണഞ്ഞ പരിശ്രമം UDF തന്നെ ചിലർ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിന് വഴങ്ങണ്ട എന്നാണ് VD സതീശന്റെ തീരുമാനം. എന്ന് മാത്രമല്ല, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കള്ളപ്പണ ഇടപാടിന്റെ പേരിൽ കേസെടുക്കണം എന്ന ആവശ്യവും സംസ്ഥാന സർക്കാർ മുമ്പോട്ട് വയ്ക്കുന്നുണ്ട്. 126 കോടി രൂപ കൈമാറിയത് നിയമവിരുദ്ധമാണെന്നും അതെന്തിനു വേണ്ടി കൈമാറി എന്നതിന് തെളിവിലെന്ന് വ്യക്തമാകുന്നു. അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായി നേരിട്ടാണ് ഇടപാടെന്നൊക്കെയാണ് പറഞ്ഞതെങ്കിലും പണം കൈമാറിയിരിക്കുന്ന അമേരിക്കയിലുള്ള ടൂർ പ്രോഡ് എൻഡർ LLC എന്ന കമ്പനിക്കാണ്. ഇവർ അവകാശപ്പെടുന്ന അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷന്റെ ഇന്റർനാഷണൽ കൊമേഴ്ഷ്യൽ ഏജന്റ് ആണെന്നാണ്. എന്നാൽ ഗൂഗിളിൽ പരിശോധിക്കുമ്പോൾ അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷനെ ഈ കമ്പനി കബളിപ്പിച്ചു എന്ന പേരിൽ ഒരു കേസിന്റെ വിശദാംശങ്ങൾ നമുക്ക് ലഭിക്കും. അതുകൊണ്ട് തന്നെ അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷൻ അറിഞ്ഞു എന്നതിന് തെളിവൊന്നുമില്ല. ഈ പണം കൈമാറിയത് മെസ്സി അറിഞ്ഞിട്ടാണ് എന്നതിനും തെളിവില്ല. കേരളത്തിലെത്താതെ മെസ്സി ഒരിടത്തും പോകില്ല എന്ന് ആൻഡ്രൂ അഗസ്റ്റിൻ വീരവാദം മുഴക്കിയതിനു ശേഷമാണ് മെസ്സി ഹൈദരാബാദിലും കൽക്കട്ടയിലുമൊക്കെ എത്തിയത്. അതുകൊണ്ട് തന്നെ ഇത് ഗൗരവമേറിയ കുറ്റകൃത്യമായി മാറുന്നു. 12 കോടി GST വെട്ടിപ്പിന്റെ തെളിവ് ശേഖരിക്കണമെങ്കിൽ റിപ്പോർട്ടർ ചാനലിന്റെ ഓഫീസിലും മുതലാളിമാരുടെ വസതികളിലുമൊക്കെ റെയ്ഡ് നടത്തണം എന്നാണ് സർക്കാർ ഉദ്യോഗസ്ഥർ പറയുന്നത്. എന്നാൽ ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ ഓഫീസിൽ കയറി എന്നത് പേരുദോഷമാകുമോ എന്ന് ഭയന്ന് സർക്കാർ അനുമതി കൊടുക്കുന്നില്ല. പക്ഷെ 12 കോടി അഴിമതി നടത്തിയ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും വേണ്ട എന്ന് തന്നെയാണ് സർക്കാരിന്റെ തീരുമാനം. എന്തായാലും അനേകം പേരെ കുരുക്കിലാക്കിയ റിപ്പോർട്ടർ ചാനലിനെ ഒടുവിൽ കുരുക്കുമുറുകുകയാണ്.